പാമ്പ് കടിയേറ്റുള്ള അപകടങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ മുക്കം നഗരസഭ സോഷ്യൽ ഫോറസ്റ്റിക് ഡിപ്പാർട്ട്മെന്റുമായി ചേർന്നുകൊണ്ട് പാമ്പുകടി പ്രതിരോധവും പ്രാഥമിക ചികിത്സയും എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. മുക്കം സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ക്ലാസ് നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് കെ.പി. ചാന്ദിനി ഉദ്ഘാടനം നിർവഹിച്ചു. പാമ്പ് കടിയേറ്റുള്ള അപകടങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് മുക്കം നഗരസഭ സോഷ്യൽ ഫോറസ്ട്രി ഡിപ്പാർട്ട്മെന്റുമായി സഹകരിച്ചുകൊണ്ട് പാമ്പുകടി പ്രതിരോധവും പ്രാഥമിക ചികിത്സയും എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. മുക്കം സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ക്ലാസ്സിൽ തൊഴിലുറപ്പ് ജീവനക്കാർ, അംഗനവാടി ആശാപ്രവർത്തകർ എന്നിവരുൾപ്പെടെ നിരവധി പേർ പങ്കാളികളായി. നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് കെ.പി. ചാന്ദിനി ബോധവൽക്കരണ ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. ഡെപ്യൂട്ടി ചെയർപേഴ്സൺ C.A. പ്രദീപ് കുമാർ അധ്യക്ഷനായിരുന്നു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റാഷിദ് കുന്നത്ത്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു K.P., റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ദിവ്യ കേശവൻ, സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ബിജീഷ് N തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു. സർപ്പ ലൈസൻസ്ഡ് റെസ്ക്യൂവർ അരുൺ പ്രകാശ് ലാൽ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ഒരു പാമ്പുകടിയേറ്റാൽ വെള്ളിക്കെട്ടനാണെന്ന് സംശയമുണ്ടെങ്കിൽ ആ വീടിന്റെ ഏരിയ ശ്രദ്ധിച്ചാൽ അവിടെ ചതുപ്പുകളോ നനഞ്ഞ് ചവിട്ടുമ്പോൾ നിലം താഴ്ന്നു പോകുന്ന സൈസ് ഏരിയകളാണെങ്കിൽ മാത്രമേ വെള്ളിക്കെട്ടൻ സാധാരണയായി താമസിക്കാറില്ലാത്തടത്തും വെള്ളിക്കെട്ടൻ ഉണ്ടാവാറില്ല. ഇതാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും മാരക വിഷമുള്ള പാമ്പ്. നമ്മൾ ഏറ്റവും വിഷമുള്ള പാമ്പ് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ വരുന്ന പേര് രാജവെമ്പാലയായിരിക്കും. രാജവെമ്പാല ഏറ്റവും കൂടുതൽ വിഷം നമ്മുടെ ശരീരത്തിലേക്ക് ഇൻജെക്ട് ചെയ്യാൻ കഴിവുള്ള പാമ്പ് മാത്രമാണ്. വെള്ളിക്കെട്ടന്റെ വിഷമാണ് ഇന്ത്യയിൽ ഏറ്റവും മാരക വിഷമുള്ള പാമ്പ്. ന്യൂസ് ബ്യൂറോ, മുക്കം.